ഹായ്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റ് തന്നെയുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ്. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു നോക്ക് എന്നൊക്കെ അർത്ഥം, ഒരു നോട്ടം. അപ്പോൾ നമ്മൾ ഗ്രീൻ എന്താന്ന് പറഞ്ഞു, ഗ്രീൻ എന്ന് വെച്ചാൽ പച്ചപ്പാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയിലേക്ക് നിങ്ങൾ ഒന്ന് എത്തി നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ഒരു ശ്രദ്ധ ഈ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഒരു യൂണിറ്റാണ് ഈ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന കഥ. ഓക്കെ, അപ്പം ഇത് എഴുതിയിട്ടുള്ളത് വേറെ ആരുമല്ല, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ആളാണ്. സുൽത്താൻ ഓഫ് സ്റ്റോറീസ് എന്നാണ് ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ പാഠത്തിൻ്റെ പേര് സ്നേക്ക് ആൻഡ് ദ മിറർ എന്നാണ്, പാമ്പും കണ്ണാടി. ഇത് യഥാർത്ഥത്തിലൊരു മലയാള കഥയുടെ ട്രാൻസ്ലേഷനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള മലയാളം കഥയുടെ ഒരു ട്രാൻസ്ലേഷനാണ് ഈ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ പാഠം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ ഒരു ഡോക്ടറുടെ, ഒരു ഹോമിയോ ഡോക്ടറുടെ അനുഭവമാണ്, ഒരു പാമ്പുമായിട്ടുണ്ടായിട്ടുള്ള ഒരു എൻകൗണ്ടറിനെ പറ്റിയിട്ടാണ് വളരെ രസകരമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി ചെറിയൊരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, ഹു ഈസ് ഫോണ്ട്ലി റിമെമ്പേർഡ് ആസ് ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ഈസ് എ ഹ്യൂമനിസ്റ്റ്. അദ്ദേഹത്തെ നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റാണ്, വലിയൊരു മനുഷ്യ സ്നേഹിയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം മനുഷ്യനെ മാത്രമല്ല സ്നേഹിച്ചത്, അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ചു, ഇതിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിച്ചു. അദ്ദേഹം ആ രീതിയിൽ ഒരുപാട് പ്രകൃതി വിഷയങ്ങൾ വരുന്ന കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ, അദ്ദേഹം ഈ ഭൂമിയെ തന്നെ അവതരിപ്പിക്കുന്നത് ഒരു വെറും മനുഷ്യന്മാർക്ക് മാത്രം ജീവിക്കാനുള്ള ഒരു സ്ഥലമായിട്ടല്ല, അദ്ദേഹം ബാക്കിയുള്ള എല്ലാ സഹജീവികൾക്കുള്ള ഒരു ഇടമായിട്ടാണ് ഈ പരിസ്ഥിതിയെ, ഈ ഭൂമിയെ അദ്ദേഹം നോക്കിക്കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ മിക്കവാറും മനുഷ്യന്മാരുടെ അത്രത്തോളം പ്രാധാന്യത്തിൽ മറ്റ് ജീവികളും വരും. ഇപ്പോൾ പാത്തുമ്മയുടെ ആട് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും അല്ലേ? ആടൊരു വലിയ ഒരു വലിയ കഥാപാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയിൽ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പല കഥകളിലും മനുഷ്യന്മാരല്ലാത്ത മറ്റ് ജീവികളും ജന്തുജാലങ്ങളും പൂച്ചയും കാക്കയും പ്ലാവും മാവും മാംഗോസ്റ്റീനും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളായി വരാറുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റാണ്, ഒരു ഫ്രീഡം ഫൈറ്ററാണ്, നമുക്കറിയാം. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നോവലിസ്റ്റാണ്, അങ്ങനെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഹെയിലിംഗ് ഫ്രം കേരള. ഹി ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. സാധാരണക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. വലിയ കുരുക്കുകളുള്ള എഴുത്തൊന്നുമല്ല, വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഡൗൺ ടു എർത്ത് സ്റ്റൈലാണ്, വളരെ ഭൂമിയിലേക്ക് താഴ്ന്നു നിന്നിട്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദറ്റ് മെയ്ഡ് ഹിം ഈക്വലി പോപ്പുലർ അമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ. അപ്പം വലിയ സാഹിത്യ വിമർശകർക്കും അതുപോലെ തന്നെ സാധാരണ വായനക്കാർക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, നമുക്കറിയാം, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഇങ്ങനെ ഒരുപാട് കഥകളും അദ്ദേഹം എഴുതിയിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇതിലിപ്പോൾ കാര്യമായിട്ട് നമ്മളെ റൈറ്ററിനെ പറ്റിയിട്ട് അധികം ഒന്നും ചോദിക്കൂല. അത് അല്ലാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹിൻസ് തന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ എഴുത്തുകാരുടെ ഹിൻസ് തന്നിട്ട് നമുക്ക് പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയൊക്കെ പറയും. അപ്പം അന്നേരം അത് പ്രൊഫൈൽ രീതിയിൽ എഴുതിയാൽ മതി. ഇതിൽ കാര്യമായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എഴുത്തുകാരനുമാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ പുസ്തകത്തിൽ ചെറിയൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഇസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ നിങ്ങളെ ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ട്രൂ ലവർ ഓഫ് നേച്ചറാണ്. അപ്പോൾ ഈ യൂണിറ്റ് തന്നെ നേച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ അദ്ദേഹം തന്നെ വലിയൊരു ലവർ ഓഫ് നേച്ചറാണ്, ഒരു വലിയൊരു പ്രകൃതി സ്നേഹിയാണ്. ഹി ഹൈലൈറ്റ്സ് ദി ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും
എന്താണ് ഈ ലോകത്തുള്ള സകല ജീവികളും എന്താ പറയുക, വളരെ ചെറിയ ഉറുമ്പ് മുതൽ എന്താണ് വലിയ എന്താണ് ഒരുപാട് വലിയ വലിയ ജീവികളും അദ്ദേഹത്തിൻ്റെ കഥകളിൽ വിഷയമായി വരാറുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള മനുഷ്യന്മാരും മറ്റ് സഹജീവികളും തമ്മിലുള്ള എൻകൗണ്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ വരാറുണ്ട്. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ മിക്കവാറും എന്താണ് വിമർശനാത്മകമായി മനുഷ്യന്മാരുടെ ഫോളീസ്, മനുഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം രസകരമായി അവതരിപ്പിക്കാറുണ്ട്. സർക്കാസം എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം. അതുപോലെ ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി, റീഡ് ആൻഡ് എൻജോയ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകും. ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സെറ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു ഇമാജിനേഷൻ. അതായത് ഈ കഥ തുടങ്ങുന്നത് പിന്നെ ബഷീറും കുറച്ച് കൂട്ടുകാരും ചേർന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയും വേണം, ഈ വീഡിയോ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ തുടങ്ങുകയാണ്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഓൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ഹോമിയോ ഡോക്ടർ പെട്ടെന്ന് കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു ഒരു കഥ എടുത്തിടുകയാണ്. എന്താ ചോദിച്ചത്? ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അതും എ ഫുൾ ബ്ലഡഡ് കോബ്ര. ഓക്കെ, ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും ചുറുചുറുക്കുള്ള നല്ല ഉഷാറുള്ള ആരോഗ്യമുള്ള ഒരു പാമ്പ്, ഒരു കോബ്ര നിങ്ങളെപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ എല്ലാവരും ഓൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്. എല്ലാവരും നിശബ്ദരായി. അദ്ദേഹത്തിൻ്റെ എന്തോ വലിയൊരു കഥ പറയാൻ തുടങ്ങുകയാണ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ ഹോമിയോപ്പത്ത്. ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോമിയോ ഡോക്ടറാണ്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വെയർ ഡിസ്കസിങ് സ്നേക്സ്. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പല കഥകളും പറയുന്ന കൂട്ടത്തിൽ പല വിഷയങ്ങളുണ്ടാവാം. അപ്പോൾ അന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പാമ്പിനെ കുറിച്ചാണ്. ഓക്കെ, ഈ പാമ്പിനെ പറ്റി പല 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 കഥകൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുക അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പല കഥകളും പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹോമിയോപ്പത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പലരും പാമ്പിൻ്റെ പല വിവരണങ്ങൾ പറയുന്ന സമയത്ത് നേരിട്ട് പാമ്പുമായിട്ട് ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. അങ്ങനെ എല്ലാവർക്കും ആവേശമായി. എല്ലാവരും കൂടെ ഇരുന്ന് ഈ ഹോമിയോപ്പതിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുകയാണ്, ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഓക്കെ, നല്ല ചൂടുള്ളൊരു കാലത്ത്, ഓക്കെ, ഒരു സമ്മർ സീസണിൽ ഏകദേശം രാത്രി ഒരു 10 മണിയായി കാണും. ഓക്കെ, ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന് വായിക്കണം കേട്ടോ, റെസ്റ്റോറൻറ്റ്, ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടറെ പറ്റി ഞാൻ ചെറിയൊരു വിവരണം തരാം. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ഡോക്ടറായിട്ടേ ഉള്ളൂ, അങ്ങനെ ചെറുതായിട്ട് പിന്നെ പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് ലോഡ്ജ് അടിച്ച് ഇങ്ങനെ താമസിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്, ആ ഒരു കാലത്താണ് ഈ കഥ നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ച് ടൗണിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. അങ്ങനെ ഈ അദ്ദേഹം ഭക്ഷണം കഴിച്ച് വന്ന് ഇദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ വാടക മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹം മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഓക്കെ, ആ ശബ്ദം അദ്ദേഹത്തിന് വളരെ പരിചയമുള്ളൊരു ശബ്ദമാണ്, കാരണം സ്ഥിരം കേൾക്കുന്ന ശബ്ദമാണ്. എന്താണ്? വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അതായത് എൻ്റെ റൂം ഞാനും എലികളും കൂടി പങ്കിട്ടെടുക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ രീതിയിൽ അത്രക്ക് എലികളുടെ ഒരു വലിയൊരു ട്രാഫിക് എവിടെ ഉണ്ട്? അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ട്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. അങ്ങനെ വന്ന ഉടനെ ഈ സമയത്ത് അന്നത്തെ കാലത്ത് കറണ്ടൊന്നുമില്ല, കെറോസിൻ ലാമ്പാണ്, മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്ന സമയമാണ്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് തീപ്പെട്ടി ഉരച്ച് അദ്ദേഹത്തിൻ്റെ മണ്ണെണ്ണ വിളക്കിന് തീ കൊളുത്തി. ഓക്കെ, അപ്പം അദ്ദേഹം റൂമിലെത്തി തിരിച്ച് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു. ഓക്കെ,
ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. എന്തുകൊണ്ടാണ് മണ്ണെണ്ണ വിളക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് ആ വീട് ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റൂമായിരുന്നില്ല, അവിടെ പവർ ഇല്ല. ഓക്കെ, ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ഒരു ചെറിയൊരു റൂമായിരുന്നു, ഒരു വാടകയ്ക്കെടുത്ത റൂമാണ്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെയർ മീഗർ. എന്തുകൊണ്ടാണ്? വലിയ ഡോക്ടറൊക്കെ എന്നാണ് പേര്, പക്ഷേങ്കിൽ അദ്ദേഹം പിന്നെ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ഏർണിംഗ് എന്ന് പറയുന്നത് മീഗറാണ്. ഈ ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വായിച്ചു പോകുന്ന സമയത്ത് ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള വേർഡ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മീഗർ എന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പാവം കറണ്ടുള്ള വീടൊന്നും റെൻറ്റിനെടുക്കാൻ മാത്രം പൈസ ഇല്ല. ഐ ഹാഡ് അബൌട്ട് ജസ്റ്റ് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ സൂട്ട് കേസിൽ വെറും 60 രൂപയുള്ളൊരു, ആലോചിച്ച് നോക്കുന്ന ഒരു ഡോക്ടറുടെ ഏർണിംഗ് എത്ര നമുക്ക് മനസ്സിലാവും. വെറും 60 രൂപ മാത്രമേ അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുള്ളൂ. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ് ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. ഓക്കെ, അദ്ദേഹത്തിന് പിന്നെയുള്ള എന്താണ്, കുറച്ച് ഷർട്ട്, അതുപോലെ ധോത്തി, ഒരു മുണ്ടുണ്ട്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. അപ്പം കുറച്ച് ഷർട്ടുണ്ട്, ഒരു ധോത്തി ഉണ്ട്, പിന്നെ ഉള്ളത് ആകപ്പാടെ ഒരു കോട്ടാണ്. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ്. ഓൺലി വൺ ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. അന്ന് ഷർട്ട് ഇടും, അതിൻ്റെ മേലെ കോട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ഇടും. ഓക്കെ, ഷർട്ട് മാറ്റും, കോട്ട് അതേ കോട്ട് തന്നെ എല്ലാ ദിവസവും ഇട്ട്. ഇങ്ങനെയാണ് അദ്ദേഹം രോഗികളെ പരിശോധിക്കാറുള്ളത്. നമ്മൾ 4ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ 4ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി, പിന്നെ വിളക്ക് കത്തിച്ചു. അദ്ദേഹം തൻ്റെ ഡ്രസ്സ് ഓരോന്നോരോന്നായി അയച്ചു വെക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് കോട്ട് എടുത്തു വെച്ചു, പിന്നെ ഒരു വെള്ള ഷർട്ടുണ്ട് അതെടുത്തു വെച്ചു, പിന്നെ അത്ര വെളുത്ത നിറമില്ലാത്ത തൻ്റെ വെസ്റ്റ് ബനിയനും അദ്ദേഹം മൂരി വെക്കുകയാണ്. ആൻഡ് ഹങ് ദം അപ്പ്. ഹാങ്ങിൻ്റെ പാസ്റ്റാണ് ഹങ്. അദ്ദേഹം അവിടെ തൂക്കിയിട്ടു. ഐ ഓപ്പൺഡ് ദ 2 windows ഇൻ ദ റൂം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. ആ ഡോക്ടർ റൂമിലെത്തി, മണ്ണെണ്ണ കത്തിച്ചു, ഡ്രസ്സൊക്കെ ഊരി തൂക്കി വെച്ചു. ആ റൂമിലുള്ള 2 ജനവാതിൽ തുറന്നിട്ടു. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. ഓക്കെ, അപ്പോൾ ഒരു വീടിൻ്റെ ഒരു സൈഡ് റൂമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം. അപ്പോൾ ഒരു പുറത്തേക്ക് നിൽക്കുന്നൊരു റൂമാണ്, ആ വീടിൻ്റെ പുറം ഭാഗത്തേക്ക് നിൽക്കുന്നൊരു റൂമാണ്. വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അപ്പോൾ ഒരു ചുവര് പുറത്ത്, പിന്നെ മുറ്റത്തേക്ക് തുറന്ന് കിടക്കുകയാണ്. ഓക്കെ, അതായത് ഒരു ഭാഗം, ഒരു ചുവരിൻ്റെ ഭാഗം മുറ്റത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. യാർഡ് എന്ന് വെച്ചാൽ മുറ്റം. ഇറ്റ് ഹാഡ് എ ടെയിൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. ഓക്കെ, അപ്പം ആ റൂമിന് ശരിക്ക് വാർപ്പിട്ട റൂമൊന്നുമല്ല, ഒരു ഓടിട്ട റൂമാണ്. ആൻഡ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്. എന്താണ് ഗാബിൾസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ പിന്നെ ഒരു പിക്ചർ കഴിഞ്ഞ പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഗാബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പം ഇങ്ങനെയുള്ള, ഇപ്പോൾ ഓടിങ്ങനെ ഇട്ടിട്ടല്ല ഉണ്ടാവും. അപ്പോൾ ഈ ഷേപ്പുള്ള സാധനത്തിനാണ് ഗാബിൾ എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓട് വെച്ചിട്ടാണ് ഉണ്ടാവുക. അത് ഒരു ബീമുമ്മൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൂമാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന റൂം. ഓക്കെ, ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. ഓക്കെ, അപ്പം ചുവരുണ്ടാവും, ചുവരിൻ്റെ മേലെ ബീം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഗാബിൾ, അതിൻ്റെ മുകളിൽ ആ ഓട് പതിച്ചിരിക്കുകയാണ്. ദർ വാസ് നോ സീലിംഗ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഓട് കാണാൻ സാധിക്കും. ഓക്കെ, സീലിംഗ് ഒന്നും വെച്ചിട്ടില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. അപ്പോൾ ഈ ബീമിൽ കൂടെ ഇങ്ങനെ ഇടതടവില്ലാണ്ട് എലികളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞ് കളിക്കുന്ന ഒരു റൂമാണ്. ഓക്കെ, ഐ മെയ്ഡ് മൈ ബെഡ്. അങ്ങനെ ഞാനെത്തി, റൂമിലെത്തി, എൻ്റെ ബെഡൊക്കെ ഒന്ന് ഒരുക്കി കുടഞ്ഞ് വെച്ചു, ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് റെഡിയാക്കുകയാണ്. മേക്ക് ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി
ബെഡ് ഒരുക്കുന്നതിനാണ് മേക്ക് ബെഡ് എന്നറിയാം. അപ്പോൾ ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബെഡ് അദ്ദേഹം ചുവരിനോട് അടുപ്പിച്ചിടുകയാണ്. ഓക്കെ. ഐ ലേ ഡൗൺ, അങ്ങനെ ഞാൻ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? നല്ല ചൂടാണ്, ചൂടിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെരാന്ത ഫോർ എ ലിറ്റിൽ എയർ. അപ്പോൾ നേരത്തെ എന്തിനാണ് ചുവരിനോട് അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ബെഡ് കുറച്ച് ചുവരിൻ്റെ തണുപ്പെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്താണ്. പക്ഷേ എന്നിട്ട് ഉറക്ക് വരുന്നില്ല. അങ്ങനെ അദ്ദേഹം എണീറ്റു ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെരാന്ത. അങ്ങനെ വെരാന്തയിലേക്ക് പോയി. എന്തിന്? ഫോർ എ ലിറ്റിൽ എയർ, കുറച്ച് കാറ്റടിക്കുന്ന ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം പോയി. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, കാറ്റിൻ്റെ ദേവത, കാറ്റിൻ്റെ ദേവൻ എന്താണ്, റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഹി ടുക്ക് ടൈം ഓഫ്. നമ്മൾ 5ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം. അങ്ങനെ അദ്ദേഹം വരാന്തയിൽ പോയി കാറ്റ് കൊള്ളാൻ വേണ്ടി നോക്കി, പക്ഷേ കിട്ടുന്നില്ല. തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി വരികയാണ്. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അങ്ങനെ അവിടെയുള്ള കസേലയിൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബെനീത്ത് ദ ടേബിൾ. ഓക്കെ, അങ്ങനെ അവിടെയുള്ള ഒരു ചെറിയ മേശ ഉണ്ട്, നിങ്ങൾ പിക്ചറിൽ കാണാൻ പറ്റും. ആ മേശൻ്റെ ചോട്ടിൽ ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. അത് തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അദ്ദേഹം ഒരു പുസ്തകം പുറത്തേക്ക് എടുക്കുകയാണ്. ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഈ ഹോമിയോപ്പതിൻ്റെ ഒരു മെഡിസിൻസിൻ്റെ ഒരു ബുക്കാണ്. ഓക്കെ, ആ പുസ്തകം എടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. അങ്ങനെ അത് തുറന്ന് മേശൻ്റെ മുകളിൽ വെച്ചു. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്, എ ലാർജ് മിറർ, എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. അപ്പോൾ ആ മേശൻ്റെ മുകളിലുള്ള മറ്റു വസ്തുക്കളെ പറ്റി പറയുകയാണ്. എന്തൊക്കെയുള്ളത്? ഒരു വിളക്കുണ്ട്, ഒരു വലിയ കണ്ണാടിയുണ്ട്, എ സ്മോൾ കോംബ്, ഒരു ചെറിയ ചീർപ്പുണ്ട്, ദറ്റ് ലേ ബിസൈഡ് ദ മിറർ, ഈ കണ്ണാടീൻ്റെ അടുത്ത് തന്നെ ഒരു ചീർപ്പും വെച്ചിട്ടുണ്ട്. ലേ എന്ന് വെച്ചാൽ കിടന്നു എന്നർത്ഥം കേട്ടോ. ഇന്ന് നമ്മൾ 6ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ഓക്കെ, നമുക്കെല്ലാം ഒരു ശീലത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് കണ്ണാടി കണ്ടിട്ട് അതിലേക്ക് നോക്കാത്ത ആരെങ്കിലും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ അടുത്ത് ഒരു കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അത് നോക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാണ്. അപ്പോൾ അത് നോക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഒരു ടെംപ്റ്റേഷൻ. ഓക്കെ, ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാകും. സോ വൺ ഫീൽസ് ടെംപ്റ്റഡ്. അപ്പം ഒരാൾക്ക് എപ്പോഴും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മുടെ അടുത്താണെങ്കിൽ അതിൽ നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. ഐ ടുക്ക് എ ലുക്ക്. അങ്ങനെ ഞാനും ഒരു നോട്ടം കണ്ണാടിയിൽ നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. ഓക്കെ, അന്നത്തെ കാലം, അതായത് ഒരു ഡോക്ടർ, യുവ ഡോക്ടറാണ്, പഠിച്ചിറങ്ങിയ ഉടനെയാണ്, ചെറുപ്പക്കാരനാണ്. ആ സമയത്ത് സൗന്ദര്യ ആരാധകനായിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ ആ സമയത്ത് ഭയങ്കര സൗന്ദര്യം നോക്കുന്ന സമയമായിരിക്കും അല്ലേ? ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അഡ്മയറർ എന്ന് വെച്ചാൽ ആരാധകൻ എന്ന് വേണേൽ പറയാം. ഓക്കെ, ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം, അത് പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഭംഗിയിൽ നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ വാസ് അൺമാരീഡ്. അതാ പറഞ്ഞത്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വാസ് എ ഡോക്ടർ. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു യുവ ഡോക്ടറാണ് നമ്മുടെ കഥാപാത്രം. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ പോകുന്നിടത്തൊക്കെ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ആ സമയത്ത് അങ്ങനെയായിരിക്കും. നമ്മളെവിടെയും ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം നമുക്ക് തോന്നുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഐ പിക്ഡ് അപ്പ് ദ കോംബ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ചീർപ്പെടുത്തു. ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. അങ്ങനെ എൻ്റെ മുടിയിലൂടെ അതിങ്ങനെ ഓടിച്ചു, എന്ന് വെച്ചാൽ മുടി പറന്നു. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. അപ്പോൾ പണ്ടത്തെ കാലം നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ കണ്ടാൽ മനസ്സിലാവും, ഒരു ഭാഗം ഇങ്ങോട്ട് പാർട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവും, ഓരോ പാർട്ട് ആക്കിയിട്ട് ഇടും. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ആ വരച്ച് കൃത്യമാണെന്ന് നോക്കി. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാരുടെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, നല്ല സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവും. അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അഗൈൻ ഐ ഹേർഡ് ദ സൗണ്ട് ഫ്രം എബവ്. അപ്പോൾ നേരത്തെ കേട്ട ആ ശബ്ദം വീണ്ടും അദ്ദേഹം കേൾക്കുന്നു. നമ്മൾ 7ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അദ്ദേഹം വീണ്ടും ആ കണ്ണാടിയിലേക്ക് വീണ്ടും അദ്ദേഹം ചാഞ്ഞു നിന്നുകൊണ്ട് കൂടുതൽ വ്യക്തതയോടെ അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം കാണാൻ വേണ്ടി ആ കണ്ണാടിയുടെ അടുത്തേക്ക് അദ്ദേഹം നീങ്ങി. ഓക്കെ,
ഐ മെയ്ഡ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അങ്ങനെ തൻ്റെ തന്നെ സൗന്ദര്യം കണ്ണാടിയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്താണ്? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഓക്കെ, അദ്ദേഹം തൻ്റെ സൗന്ദര്യത്തിൽ തന്നെ ആകർഷണമാവുകയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും നല്ല ഷേവ് ചെയ്ത് അടിപൊളിയാക്കി മുഖം നല്ല ഭംഗിയിൽ ഇങ്ങനെ നിലനിർത്തും. എന്നിട്ട് ചെറിയൊരു പൊടിമീശ, ഇങ്ങനെ തിൻ മുസ്റ്റാഷ്, ഒരു ചെറിയൊരു പൊടിമീശ അവിടെ വളർത്തും. അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല യുവ ഡോക്ടറായി ഇങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഐ വാസ് ആഫ്റ്റർ ഓൾ, അദ്ദേഹം ചിന്തിക്കുകയാണ് കേട്ടോ, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. തൻ്റെ കല്യാണം കഴിക്കാത്ത അവസ്ഥയും താനൊരു ഡോക്ടറാണെന്ന അവസ്ഥയും അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് സ്വയം പുളകം കൊള്ളുകയാണ്. ഓക്കെ, ഇനി നമ്മൾ 8ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പതുക്കെ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കുന്നു, പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരി അദ്ദേഹം കണ്ണാടിയിൽ കാണുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു സന്തോഷം തോന്നുകയാണ് അല്ലേ. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ സുന്ദരമായൊരു പുഞ്ചിരിയാണല്ലോ ഇത് എന്ന് അദ്ദേഹം ആലോചിച്ചു. ഐ മെയ്ഡ് എനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അതും കൂടി ആയപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ഭൂമി കുലുങ്ങുന്ന ഒരു പുതിയ തീരുമാനം കൂടി എടുത്തു. എന്താണ്? ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. അങ്ങനെ നന്നായി ഷേവ് ചെയ്ത ചെറിയ പൊടിമീശ വളർത്തിയ മുഖത്ത് ഈ ഒരു പുഞ്ചിരിയും കൂടിയും ഞാൻ ഇനി എന്നും നിലനിർത്തും. അങ്ങനെ ഞാൻ കൂടുതൽ ഭംഗിയുള്ളവനാകും. ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം സ്വയം സന്തോഷിക്കുകയാണ്. ടു ലുക്ക് മോർ ഹാൻസം ഐ വാസ് ആഫ്റ്റർ ഓൾ. അദ്ദേഹം വീണ്ടും പറയാണ്, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. നമ്മൾ അതുക്കും മേലെ എന്ന് പറയുമല്ലോ, അതാണത്. ഞാനൊരു ബാച്ചിലറാണ്, അതുക്കും മേലെ ഞാനൊരു ഡോക്ടറുമാണ്, എന്നെപ്പോലെ വേറെ ആരാ ഉള്ളത്, ഞാൻ ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുകയാണ്. അഗെയിൻ കെയിം ദറ്റ് നോയ്സ് ഫ്രം അബവ്. ആ സമയത്തും മേലെന്ന് നേരത്തെ പറഞ്ഞ ആ ശബ്ദം അദ്ദേഹം വീണ്ടും കേട്ടു. നമ്മൾ 9ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ ഗോട്ട് അപ്പ്. അങ്ങനെ കുറേ നേരം കണ്ണാടിയിൽ നോക്കിയിരുന്ന് അദ്ദേഹം വീണ്ടും ചേർന്ന് എണീറ്റ് ലിറ്റ് എ ബീഡി, ലൈറ്റിൻ്റെ പാസ്റ്റാണ് ലിറ്റ്, കത്തിച്ചു. ലിറ്റ് എ ബീഡി, ഒരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. പേസ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ എനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു പുതിയ ഒരു ചിന്ത മുളപൊട്ടുകയാണ്. ഓക്കെ, ഐ വുഡ് മാരി. എന്താണ്? ഞാൻ കല്യാണം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ. മാത്രമല്ല, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്തായിരിക്കണം? ഒരു ഡോക്ടർ പെണ്ണായിരിക്കണം. ഓക്കെ, ഒരു പെൺ ഡോക്ടറായിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്, അതിന് മുമ്പ് ഹു ഹാഡ് പ്ലൻറ്റി ഓഫ് മണി. എൻ്റെ അടുത്താകെ 60 ഉറുപ്പികയുള്ളൂ, അധികം വരുമാനമൊന്നുമില്ല, രോഗികളും അധികം വരാത്ത ഡോക്ടറാണ്. പക്ഷെ ഞാൻ കിട്ടുന്ന പെൺ ഡോക്ടർ എന്തായിരിക്കണം? ലേഡി ഡോക്ടർ, നല്ല വരുമാനമുള്ള നല്ല ഡോക്ടർ, രോഗികളൊക്കെ വരുന്ന നല്ല തിരക്കുള്ളൊരു ഡോക്ടറായിരിക്കണം. ഓക്കെ, ഒരുപാട് പൈസയൊക്കെ ഉള്ള ഡോക്ടറായിരിക്കണം. എൻ്റെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അത് മാത്രമല്ല കേട്ടോ, ആ പെൺ ഡോക്ടർ, യുവ ഡോക്ടർ എന്തായിരിക്കണം? തടിച്ചായിരിക്കണം. ഓക്കെ, ഫോർ എ വാലിഡ് റീസൺ. അതിന് കാരണമുണ്ട്, അതിന് റീസൺ ഉണ്ട്. എന്താ അറിയോ? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അതാണ് സംഭവം. എന്താണ്? ഇയാളെപ്പെങ്കിലും സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓടേണ്ടി വരുന്ന ഒരു അവസരത്തിൽ ഈ പെൺ ഡോക്ടർക്ക് പിന്നാലെ ഓടി അയാളെ പിടിക്കാൻ കിട്ടരുത്. അതാണ് ഇദ്ദേഹം ഒരു തടിച്ച പെൺ ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ നേരെ 10ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അങ്ങനെ അദ്ദേഹം ഈ വക ചിന്തകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം നേരത്തെ ഇരുന്ന സീറ്റിലേക്ക് തന്നെ, ചെയറിലേക്ക് തന്നെ വന്ന് ഇരുന്നു. ദെർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം എബവ്. ഇപ്പോൾ മേലെ നിന്ന് നേരത്തെ കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. സഡൻലി ദെർ കെയിം എ ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, പെട്ടെന്ന് അവിടെ ഒരു ഡൾ തഡ്, ഒരു വല്ലാത്തൊരു ശബ്ദം, ഒരു തഡ് എന്ന് പറഞ്ഞ തന്നെ ശബ്ദമാണ്. ഒരു ശബ്ദം കേട്ടു. എങ്ങനെയുള്ളത്? ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. ഒരു വലിയ റബ്ബർ ട്യൂബ് മേലെ നിന്ന് താഴേക്ക് നിലത്തേക്ക് വീഴും പോലുള്ളൊരു ശബ്ദമാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പം ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. അപ്പോൾ ഡോക്ടർ
ആ ശബ്ദം കേട്ടിട്ട് വലിയ കാര്യമാക്കിയില്ല, എന്തപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഈവൺ സോ ഐ തോട്ട്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്തായാലും വീണെന്താ നോക്കാം അല്ലേ എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, തിരിഞ്ഞ് നോക്കാൻ വേണ്ടി ആലോചിച്ചു. നോ സൂണർ ഹാഡ് ഐ ടേൺ ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കണമെന്ന് വിചാരിക്കലും പെട്ടെന്ന് തന്നെ ഒരു പാമ്പ് ഇഴഞ്ഞ് വന്ന് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. റിഗിളിംഗ് എന്ന് വെച്ചാൽ പാമ്പിൻ്റെ ആ ഇഴയിലാണ്, ഇങ്ങനെ എഴഞ്ഞു പോയി. എന്നിട്ട് കസരം കൂടെ കയറി വന്ന് നേരെ അസലായി മൂപ്പര് എൻ്റെ ഷോൾഡർ വന്ന് ഇരുന്നു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സിമിൾട്ടേനിയസ്. അപ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കുക, സിമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം സംഭവിക്കുക. അതായത് ഞാൻ തിരിഞ്ഞു നോക്കലും പാമ്പ് കയറി വരുത്തും എല്ലാം ഒരൊറ്റ സമയത്ത് നടന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ആളിപ്പോൾ എൻ്റെ ചുമലിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ 11ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. ഐ ഡിഡൻ ജംപ്, ഞാൻ എണീറ്റ് ചാടിയില്ല. ഐ ഡിഡൻ ട്രംബിൾ, ഞാൻ വിറക്കുക പോലും ചെയ്തില്ല. ഐ ഡിഡൻ ക്രൈ ഔട്ട്, ഞാൻ നിലവിളിച്ചില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്, ഈ വക കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്കും ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം അബവ് ദ എൽബോ. ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചുമലിൽ കൂടെ നമ്മുടെ പാമ്പ്, സ്ലിതേർഡ് എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻ്റാണ്, പാമ്പിൻ്റെ ഒരു ഇഴയലുണ്ടല്ലോ, പാമ്പ് ചുമലിൽ കൂടെ തന്നെ വന്ന് എൻ്റെ ആൻഡ് കോയിൽഡ് റൗണ്ട് മൈ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത്തെ കൈയിൽ ചുറ്റി അവിടെ നിന്നു. എൽബോൻ്റെ മേലെയായിട്ട് ഇവിടെ ചുറ്റി നിന്നു. ദ ഹൂഡ് വാസ് സ്പ്രെഡ്, പാമ്പിൻ്റെ ആ പത്തി ഇങ്ങനെ വിടർത്തുക. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. ഇപ്പോൾ പാമ്പ് എന്നെ ഇങ്ങനെ കൊത്താൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ മുഖവും ആ പാമ്പിൻ്റെ ഹൂഡും തമ്മിൽ എത്ര ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ്, എത്ര ഇഞ്ചാണ്? 3 or 4 inches. വളരെ അടുത്ത് മരണം എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. 12ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദർ ഹോൾഡിങ് മൈ ബ്രത്ത്. ഓക്കെ, നമ്മൾ സാധാരണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് സ്റ്റക്കായി പോകും. അതുപോലെ തന്നെ ഇയാളും വളരെ പേടിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എൻ്റെ ശ്വാസം പിടിച്ചുകൊണ്ട്, ഹോൾഡിങ് മൈ ബ്രത്ത് എന്നാണ് വായിക്കുക കേട്ടോ, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്നാണ് പറയുന്നത്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല കേട്ടോ. ഐ വാസ് ടേൺഡ് ടു സ്റ്റോൺ, ഞാൻ ഒരു കല്ല് മാതിരിയായി, ശ്വാസം കഴിക്കുന്നില്ല, ഒരൊറ്റ ഉറച്ച രൂപത്തിലിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്, എൻ്റെ ശരീരം ഒന്നും അനങ്ങുന്നില്ല, ചലനമില്ലെങ്കിലും എൻ്റെ മനസ്സ് ഭയങ്കര ആക്റ്റീവാണ്. എന്താ കാരണം? ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്, റൂമിലാണെങ്കിൽ ഇരുടാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ഓക്കെ, മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ പോലെ ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്, അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. പുറത്തേക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ 13ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്താണ് ദൈവത്തെ ഓർമ്മ വരിക. ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ക്രിയേറ്ററെ, ഈ നമ്മുടെ പറയില്ലേ പടച്ചോനെ ഓർമ്മ വന്നു. ഓക്കെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഗോഡ് വാസ് ദെയർ, ദൈവം തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്, എന്തായിരിക്കും പടച്ചോൻ എനിക്ക് ഈ ഗതി വന്നത്? ഒരുപക്ഷെ ഞാൻ പറഞ്ഞതോ ചിന്തിച്ചതോ ഒന്നും ദൈവത്തിന് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടായത്. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. ഓക്കെ, അദ്ദേഹം ശ്രമിക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹം ശ്രമിച്ചു. എന്തിന്? ടു റൈറ്റ്, എഴുതാൻ ശ്രമിച്ചു. ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്,
വളരെ തിളങ്ങുന്ന അക്ഷരങ്ങളാൽ എഴുതാൻ ശ്രമിച്ചു. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട്, എൻ്റെ ഈ കുഞ്ഞു ഹൃദയത്തിൻ്റെ മേൽ ഞാൻ മനസ്സിൽ എഴുതാൻ ശ്രമിക്കുകയാണ്, പടച്ചോനെ എന്നെ രക്ഷിക്കണേ അല്ലേ, ഓ ഗോഡ് എന്ന് അദ്ദേഹം എഴുതാൻ ശ്രമിച്ചു. ഇപ്പോൾ അദ്ദേഹം ശരിക്കും തൻ്റെ ജീവനെപ്പറ്റി നല്ല ബോധ്യമുള്ള ആളാണ്, ദൈവത്തിൻ്റെ പ്രസൻസിനെ പറ്റി നല്ല ബോധ്യമുള്ള ആളാണ്. നമ്മൾ 16ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. ഇപ്പോൾ എന്താണ് അവസ്ഥ? അദ്ദേഹത്തിൻ്റെ എൽബോൻ്റെ മേലെ ഇടത്തെ കൈയിൽ പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു പെയിൻ, ചെറിയൊരു വേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ പാമ്പ് എന്തുപോലെ ഉണ്ടെന്നറിയോ? ഒരു കട്ടിയുള്ള ലെഡ് എന്ന് പറയുന്ന ലോഹം ഉണ്ടല്ലോ അല്ലേ, ഒരു ലോഹത്തിൻ്റെ ഒരു ദണ്ട് പോലെ, ഒരു ലോഹദണ്ട് പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ. ഓക്കെ, എന്താണ്? തീയിൽ കുരുത്തെടുത്ത ഒരു ദണ്ട് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. പതുക്കെ പതുക്കെ എൻ്റെ കയ്യെ അതിങ്ങനെ ക്രഷ് ചെയ്യുകയാണ്. ഓക്കെ, ഞെരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ്. ഓക്കെ, എൻ്റെ കയ്യിലെ സകല ശക്തി ഇങ്ങനെ ഊർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഓഫ് ഓൾ സ്ട്രെങ്ത്, എൻ്റെ കയ്യിൻ്റെ മുഴുവൻ ശക്തിയും ഈ പാമ്പ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ, ഊറ്റിയെടുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വാട്ട് കുഡ് ഐ ഡു? പടച്ചോനെ എന്താ ഞാൻ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചു അദ്ദേഹം. 15ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. പകണം നമ്മൾ 15ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അതേസമയം എങ്ങനെ രക്ഷപ്പെടുന്നുള്ള ആലോചിക്കുന്നുണ്ടല്ലേ. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാനൊരു ചെറിയ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു ചെറിയ അനക്കം അനങ്ങിക്കഴിഞ്ഞാൽ എന്നെ പാമ്പ് ഉടനെ കൊത്തും. എങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഡെത്ത് ലേർക്ഡ് 4 inches away അല്ലേ, മരണം പതുങ്ങി നിൽക്കുകയാണ്. ലേർക്ക് എന്ന് വെച്ചാൽ പതുങ്ങി നിൽക്കണം, നായ്ക്കളൊക്കെ ഇങ്ങനെ പതുങ്ങി നിൽക്കുമല്ലോ, പൂച്ചയൊക്കെ. മരണം ഒരു 4 inch അകലെ പതുങ്ങി നിൽക്കുകയാണ്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, അഥവാ ഈ പാമ്പെന്നെ കടിച്ചാൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. ഈ പാമ്പെന്നെ കടിച്ചാൽ ഞാൻ എന്ത് മരുന്നെടുക്കും ഞാൻ ആലോചിക്കുകയാണ്. ദർ വെർ നോ മെഡിസിൻസ് ഇൻ ദ റൂം. എൻ്റെ റൂമിലാണെങ്കിൽ ഒരു മരുന്നും ഇല്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അദ്ദേഹം തന്നെ ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ടാണ്. ഞാൻ എന്തൊരു വിഡ്ഢിയായ അല്ലേ, ഒരു പാവപ്പെട്ട വിഡ്ഢിയായ സ്റ്റുപ്പിഡ് ഡോക്ടറാണ് ഞാൻ എന്നിങ്ങനെ ആലോചിച്ചു. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ. ഓക്കെ, ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. അദ്ദേഹം പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണല്ലോ, കുറേ ദുരന്തം അങ്ങനെ വന്ന് പേടിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പേടി പതുക്കെ പോവാണ്. അദ്ദേഹം പുഞ്ചിരിച്ചു. വളരെ ഫീബിളി, വളരെ പതുക്കെ അദ്ദേഹം പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ബലഹീനമായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഡേഞ്ചറിനെ മറന്നുപോയി. ഓക്കെ, ഇപ്പോൾ ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. അപ്പോൾ ഞാൻ പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. നമ്മൾ 16ാമത്തെ പാരഗ്രാഫാണ് എടുക്കുന്നത്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. എൻ്റെ ആ ചിരി ദൈവത്തിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. അതുവരെ എന്നെ തന്നെ നോക്കിയിരുന്ന ആ പാമ്പ് പതുക്കെ അതിൻ്റെ തല ചിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. പതുക്കെ ആ പാമ്പ് മേശമേൽ വെച്ചിരുന്ന ആ കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. നോക്കുമ്പോൾ ആ പാമ്പിൻ്റെ പ്രതിബിംബം, റിഫ്ലക്ഷൻ ആ കണ്ണാടിയിലുണ്ട്. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. ആദ്യമായിട്ട് കണ്ണാടിയിൽ നോക്കുന്ന പാമ്പാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ, ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. ഓക്കെ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പാമ്പ് നോക്കുന്നത് കണ്ണാടിയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ കണ്ണാടിയിൽ നോക്കിയ പോലെ പാമ്പ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് എൻ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മെസ്റ്റാഷ്. ഓക്കെ, ആ പാമ്പ് ഞാൻ നേരത്തെ ചെയ്ത പോലെ മെസ്റ്റാഷ്, ഒരു ചെറിയ പൊടിമീശ വളർത്തുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണോ, വല്ല തീരുമാനം എടുക്കുകയാണോ?
ഓർ യൂസിങ് ഐ ഷാഡോ ഓർ മസ്കാര, അല്ലെങ്കിൽ എന്താണ് കൺമഷി വരയാൻ, മസ്കാര വരയാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണോ ഭംഗി ഉണ്ടാവാൻ വേണ്ടി. ഓർ വെയറിങ് എ വെമീലിയൻ സ്പോട്ട്. വെമീലിയൻ സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ച സ്ത്രീകളൊക്കെ ഇവിടെ സിന്ദൂരം ചാർത്തും, അതുപോലെ വല്ല സിന്ദൂരം ചാർത്തുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, അതിൻ്റെ നെറ്റിയിൽ. ഇങ്ങനെ ഞാൻ പലതും ഈ പാമ്പിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മൾ 17ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൺ. ഉറപ്പായും എനിക്ക് എന്താണെന്ന് അറിയില്ല, അതെന്താണ് ചിന്തിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, തീർച്ചയായിട്ടും. വാട്ട് സെക്സ് വാസ് ദി സ്നേക്ക്. ഈ പാമ്പിൻ്റെ സെക്സ് എന്താണ്, ആണാണോ പെണ്ണാണോ എനിക്കറിയില്ല. വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ എനിക്കറിയില്ല. ഐ വിൽ നെവർ നോ, എനിക്കൊരിക്കലും അറിയാനും പോകുന്നില്ല. ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം. ഓക്കെ, പതുക്കെ നമ്മളെ പാമ്പ്, വൈൻഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുക, അൺവൈൻഡ് എന്ന് വെച്ചാൽ അത് ചുറ്റ് അഴിക്കുക. ഓക്കെ, അപ്പോൾ അൺവൗണ്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ പാമ്പ് ചുറ്റ് അഴിച്ചു. ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ്. അങ്ങനെ പതുക്കെ അതിങ്ങനെ, സ്ലിതറിങ് എന്ന് വെച്ചാൽ അതിൻ്റെ മൂവ്മെൻ്റാണ്, പാമ്പിൻ്റെ ഒരു മൂവ്മെൻ്റാണ്. പാമ്പിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഇൻ ടു മൈ ലാപ്പ്, എൻ്റെ മടിയിലേക്ക് അത് വന്നു. ഫ്രം ദെയർ, എൻ്റെ മടിയിൽ നിന്നും ഇറ്റ് ക്രപ്റ്റ് ഓൺ ടു ദ ടേബിൾ. പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി മടിയിലൂടെ വന്ന് പതുക്കെ ആ ടേബിളിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആൻഡ് മൂഡ് ടുവേർഡ്സ് ദ മിറർ. പതുക്കെ അത് ആ കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. ഓക്കെ, ഒരു പക്ഷേ ആ പാമ്പ് എൻ്റെ കയ്യിൽ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ സൗന്ദര്യം കൃത്യമായി ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അത് പതുക്കെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി അത് കുറച്ചുകൂടെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ, അതായത് വളരെ അടുത്ത് നിന്ന് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കാമെന്ന് ഈ ഡോക്ടർക്ക് തോന്നുകയാണ്. 18ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാണ്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഇപ്പോൾ പാമ്പ് അദ്ദേഹത്തിൻ്റെ ദേഹത്തില്ല. ഓക്കെ, ഇപ്പോൾ മേശമേലുള്ളതല്ലേ. ഇതുവരെ അദ്ദേഹം കല്ലിൽ കൊത്തിവെച്ച, മാംസം കൊണ്ട് കൊത്തിവെച്ച കൽപ്രതിമ പോലെ അദ്ദേഹം ഇരുന്ന ആ ഇരുത്തം, അദ്ദേഹം പതുക്കെ ആ ഇരിപ്പിൽ അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറുകയാണ്. എന്താണ്? ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഇപ്പോൾ ഞാൻ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ച പ്രതിമയൊന്നുമല്ല കേട്ടോ. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. ഇപ്പോൾ ഞാൻ നല്ല മാംസവും ചോരയുമുള്ള ഒരു നല്ല ചെറുപ്പക്കാരനായ ആളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുന്നു. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത്. പക്ഷേ ശ്വാസം വിട്ടിട്ടില്ല കേട്ടോ. ശ്വാസം അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ആയിക്കോട്ടെ പതുക്കെ ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റു. ഫ്രം ദ ചെയർ ഐ ക്വയറ്റ്ലി വെൻഡ് ഔട്ട് ത്രൂ ദ ഡോർ. പതുക്കെ ഞാൻ എൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഡോറിന് പുറത്തേക്ക് ഞാൻ പോയി ഇൻ ടു ദ വരാന്ത. ഡോറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, ഡോറിൻ്റെ ഇടക്കൂടെ തന്നെ പതുക്കെ വരാന്തയിലേക്ക് പോയി. ഫ്രം ദെയർ, വരാന്തയിൽ നിന്നും ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ്. ഞാൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. അതൊരു പ്രയോഗമാണ്, റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. ഓക്കെ, എന്ന് വെച്ചാൽ തൻ്റെ സകല ശക്തിയും എടുത്ത് ഒരു മരണപ്പാച്ചിൽ അദ്ദേഹം പാഞ്ഞു. 19ാമത്തെ പാരഗ്രാഫാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈച്ച് ഓഫ് us ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. രക്ഷപ്പെട്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ എന്താ സംഭവിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഇയാൾ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ, ആ ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് എല്ലാവരും വിട്ടു. ഓൾ ഓഫ് us lit ബീഡീസ്. എല്ലാവരും ഓരോരോ ബീഡി കത്തിച്ചു. സംബഡി ആസ്റ്റ്. ആ സമയത്ത് ആരോ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? അപ്പോൾ ഒരു ചങ്ങായിക്ക് അറിയേണ്ട കാര്യം അതാണ്, കല്യാണം കഴിച്ച പെണ്ണ് തടിച്ചിട്ടായിരുന്നോ എന്ന് ചോദിച്ചു. നോ, ദ ഡോക്ടർ സെഡ്. അല്ല കേട്ടോ, ഗോഡ് വിൽഡ് അതർവൈസ്. പടച്ചവൻ്റെ തീരുമാനം ഇവിടെയും വേറൊന്നായിരുന്നു. എന്താണ്? മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ. ഒരു പുല്ല് പോലെ മെലിഞ്ഞ സ്ത്രീയാണ് എൻ്റെ ഭാര്യ. വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. ഒരു സ്പ്രിൻറ്റർ ഓടുന്ന മാതിരി ഓടുന്ന അത്രയും വേഗതയുള്ള തടി കുറഞ്ഞ പെണ്ണിനെയാണ് പടച്ചവൻ എനിക്ക് കണ്ടുവച്ചത്. സമൺ എൽസ് ആസ്ക്ഡ്. വേറെ ആരോ ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? നിങ്ങളായി ഓട്ടോ ഓടിയപ്പം പിന്നാലെ തന്നെ പാമ്പും ഓടിയോ എന്ന് ചോദിച്ചു. ദ ഡോക്ടർ റിപ്ലൈഡ്. ആ സമയത്ത് ഡോക്ടർ മറുപടി കൊടുക്കണം. നമ്മളിപ്പോൾ 20ാമത്തെ പാരഗ്രാഫിലാണ് കേട്ടോ. ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്.
ഞാൻ എൻ്റെ ഓട്ടം നിർത്തിയില്ല, ഓടി 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 ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടെത്തുന്നവരെ ഓടി. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി, ആ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. ഐ സ്മിയേർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ്. ഞാൻ എണ്ണ തേച്ചു, ശരീരമാസകലം എണ്ണ തേച്ചു. ഓക്കെ, സ്മിയർ എന്ന് വെച്ചാൽ എണ്ണ തേക്കുക എന്നാണ്. സ്മിയർ പുരട്ടി എന്നുള്ള അർത്ഥമാണ്. ഐ സ്മിയേർഡ് ഓയിൽ ഓൾ ഓവർ മൈ ബോഡി ആൻഡ് ടുക്ക് എ ബാത്ത്. അങ്ങനെ ഞാൻ നന്നായി ഒന്ന് കുളിച്ചു, കാരണം പാമ്പ് തൊട്ടാണല്ലോ. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. അങ്ങനെ എൻ്റെ പഴയ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ അന്ന് രാത്രി അവിടെ ഉറങ്ങി. നെക്സ്റ്റ് മോർണിംഗ് പിറ്റേന്ന് രാവിലെ അറ്റ് അബൌട്ട് 8:30, ഒരു 8:30 മണി നേരം, ഐ ടോക്ക് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെയും കൂട്ടി, ആൻഡ് 1 or 2 അതേഴ്സ്, ആ സുഹൃത്തിൻ്റെ വേറെ 1-2 ആൾക്കാരെയും കൂട്ടി, ടു മൈ റൂം, എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ടു മൂവ് മൈ തിങ്സ് ഫ്രം ദെയർ. ഇനി അവിടെ താമസിക്കാൻ പറ്റുമോ? എലി നേരത്തെ ഉണ്ട്, ഇനിയിപ്പോൾ പാമ്പും കൂടി ആയപ്പം പിന്നെ അദ്ദേഹത്തിന് തൻ്റെ ജീവനിൽ തന്നെ പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള സാധനങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി ഇവരെയും കൂട്ടി പോവാണ്. ആൻഡ് ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. റൂമിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരു സാധനം അവിടെ ബാക്കിയില്ല. റൂമിൽ നോക്കുമ്പോൾ ഒരു സംഗതിയും ഒരു പുല്ലും അവിടെ ബാക്കിയില്ല. എന്താണ്? സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. എൻ്റെ എല്ലാ വസ്തുക്കളും ഏതോ ഒരു കള്ളൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. നല്ല റൂമൊക്കെ അടിച്ചു വാരിയ പോലെ വൃത്തിയായിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും വലിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബട്ട് നോട്ട് റിയലി. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, ശരിക്കും അങ്ങനെയല്ല. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. കള്ളൻ കയറുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനാണല്ലോ അല്ലേ. അപ്പോൾ ഒരു ഫൈനൽ ഇൻസൾട്ട് എന്ന രീതിയിൽ കള്ളൻ ഒരു സാധനം അവിടെ ബാക്കി വെച്ചു. എന്താണ്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. അപ്പോൾ നമ്മളെ ബഷീറാണല്ലോ കഥ പറയുന്നത്. ബഷീർ ചോദിച്ചു എന്താണ് ആ സാധനം എന്ന് ചോദിച്ചു. ദ ഡോക്ടർ സെഡ്. അപ്പോൾ ഡോക്ടർ പറയാണ്, മൈ വെസ്റ്റ്, എൻ്റെ ബനിയൻ. ദ ഡേർട്ടി വൺ, ആ വൃത്തികെട്ട ബനിയൻ മാത്രം അവിടെ ബാക്കി വെച്ച് കള്ളൻ പോയി കളഞ്ഞു. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. ഈ കള്ളന്, ഈ പഹയന് വല്ലാത്തൊരു വൃത്തിബോധമുള്ള കള്ളൻ തന്നെ എന്നിങ്ങനെ ആലോചിച്ചു. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്. ആ റാസ്കലിനെ അതും കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ? ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അതൊന്ന് കഴുകിയാൽ പോരെ, അത് ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന് ഡോക്ടർ പറയാണ്. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അപ്പോൾ വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ആ പിറ്റേന്ന് പോയപ്പോൾ പാമ്പിനെ അവിടെ കണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ ലാഫ്റ്റ്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അന്ന് മുതൽ പിന്നെ ആ പാമ്പിനെ അവിടെ കണ്ടിട്ടേയില്ല. ഇറ്റ് വാസ് എ സ്നേക്ക്. അതൊരു പാമ്പായിരുന്നു. വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. തൻ്റെ തന്നെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ ഒരു പാമ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ പാമ്പിനെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. അതെവിടെയോ ഷേവൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള വേർഡ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മീനിങ്സൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക്സ്.